എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരു മനുഷ്യനാണ് സത്യം പറഞ്ഞാൽ അല്ലേ? അതായത് സാധാരണ ഇന്നിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലോകോത്തര തരത്തിൽ ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്കറിയാവുന്ന ഇപ്പോൾ മെസ്സി, റൊണാൾഡോ, എംബാപ്പെ അങ്ങനെ ഒരുപാട് കരിയറിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയവർ ട്ടോ. ഇദ്ദേഹത്തിന്റെ നെയ്മറുടെ കാര്യം ചോദിച്ചാൽ ഫുട്ബോളിൽ നേടി എന്ത് നേടി? ഒന്നും നേടില്ല. ഒരുപാട് പരിക്കും. അതായത് ജീവിതത്തിൽ ഒരു പ്ലെയർ പോലും അന്ന് ഫുട്ബോളിൽ നിന്ന് ലോകോത്തര തലത്തിൽ നോക്കിയ പോലെ ഒരു ഹിസ്റ്ററിയിൽ ഒരു പ്ലെയർ പോലും നേടിയെടുക്കാത്ത രീതിക്ക് അദ്ദേഹം ഇഞ്ചുറീസ് നേടിയെടുത്തിട്ടുണ്ട്. എന്നിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയും. എന്നിട്ടും ഇപ്പൊ തന്നെ ഉണ്ടല്ലോ ചേച്ചി ആദ്യം ഒരു കംബാക്ക് ആണെന്ന് അതൊരു പരിക്ക് പറ്റിയ പ്ലെയർ അല്ലെങ്കിൽ അതേപോലെ ഇരിക്കുന്ന ഒരു പ്ലെയർ ഏണെന്ന് പറയില്ല. അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിയുമ്പോൾ ഇത് എത്ര വർഷമാണെങ്കിലും എത്ര പരിക്ക് പറ്റിയ ആളാണെങ്കിലും എത്ര മുഷിപ്പിച്ചാലും ഉണ്ടല്ലോ അതേ ആ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ സ്കില്ലും ഈ നെയ്മറിന്റെ സ്കില്ലും ആ ഒരു കളി തന്നെ കണ്ടിരിക്കും വല്ലാത്തൊരു എന്നാൽ ഞാൻ ബ്രസീലിന്റെ കളി കാണുന്ന സമയത്ത് നെയ്മറില്ലേ ഒരു എന്താ പറയാ ഒരു ചടപ്പേ വേണ്ട എന്തിനാ എന്നുള്ളതാണ് ബാക്കിയുള്ള പ്ലേയേഴ്സും മോശക്കാരായിട്ടൊന്നുമല്ല പക്ഷേ ഇദ്ദേഹത്തിന്റെ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഒരു ആ ഒരു നിർത്തുണ്ടല്ലോ വല്ലാത്തൊരു ഫീൽ തന്നെ നമുക്ക് ഇനിയിപ്പോ കംബാക്ക് അടിച്ചിട്ടുണ്ട് ഈ വേൾഡ് കപ്പിലെങ്കിലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല കളി കാണാൻ പറ്റും പക്ഷേ മറ്റുള്ള പ്ലേയേഴ്സ് സമ്മതിക്കണം ഏറ്റവും കൂടുതൽ സാധാരണ പ്ലേയേഴ്സ് ഗോൾ അടിക്കാനും ശ്രമിക്കുന്നു അതുപോലെ തന്നെ അങ്ങനെ വിജയിക്കാനും പക്ഷേ നെയ്മറിന്റെ ബ്രസീൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നെയ്മറിന്റെ ബ്രസീലിന്റെ ഏതോ ടീമാണെങ്കിലും നെയ്മർ കളിക്കുന്ന ഏത് ഓപ്പോസിറ്റ് ടീമാണെങ്കിലും ആദ്യം നോക്കുന്നതാണ് നെയ്മറിനെ എങ്ങനെ ഫൗൾ ചെയ്യണം നെയ്മറിനെ എങ്ങനെ കെടുത്തണം എന്നാ അവിടെയാണ് പോയിന്റ്